നമസ്കാരം. അജിത് കുമാറിന്റെ 2 കൊല്ലത്തിന് ശേഷം തിയേറ്ററിലെത്തുന്ന ചിത്രമാണ് വിടാമുയർച്ചി. മകേ തിരുമേനി ഒരുക്കിയ ചിത്രം ഓരോ അപ്ഡേറ്റിലും ആവേശം ജനിപ്പിച്ച ചിത്രമാണ്. അതേസമയം പതിവ് തമിഴ് സിനിമ ഫോർമാറ്റിനെ തീർത്തും വകവയ്ക്കാതെ ഒരുക്കിയ അജിത് ചിത്രമാണ് വിടാമുയർച്ചി എന്ന് പറയാം. എന്തായാലും അജിത് ആരാധകർക്ക് തലദർശനം നൽകുന്ന വകകളെല്ലാം വെച്ചാണ് ഒരു ഹോളിവുഡ് ഫ്ലേവറിൽ വിടാമുയർച്ചി ഒരുക്കിയിരിക്കുന്നത്. വിവാഹമോചന തീരുമാനത്തിലാണ് അർജുനും ഭാര്യ കായലും. 12 കൊല്ലത്തെ ദാമ്പത്യത്തിൽ പ്രണയം നഷ്ടപ്പെട്ടപ്പോൾ അവർ 2 വഴിക്ക് പിരിയാൻ തീരുമാനിക്കുന്നു. അവസാനം കായലിന്റെ ആവശ്യപ്രകാരം അവളുടെ വീട്ടിൽ കൊണ്ടുവിടാൻ അർജുൻ തീരുമാനിക്കുന്നു. അതിനായി അവർ 9 മണിക്കൂർ ദൈർഘ്യം വരുന്ന റോഡ് യാത്രയിലാണ്. എന്നാൽ അവരുടെ ഈ യാത്രയിൽ അവരെ കാത്തിരിക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് ഈ വിടാമുയർച്ചയിലൂടെ കാണിക്കുന്നത്. തടമടക്കം മുൻ ചിത്രങ്ങളിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ട്വിസ്റ്റുകൾ ഒരുക്കി ചിത്രത്തെ എൻഗേജിംഗ് ആക്കുന്ന രീതിയിലാണ് സംവിധായകൻ മകേ തിരുമേനി ആവിഷ്കരിച്ചിട്ടുള്ളത്. ആ രീതി തന്നെയാണ് മകേ വിടാമുയർച്ചി എന്ന ചിത്രത്തിലും പിന്തുടരുന്നത്. എന്നാൽ അജിത് കുമാർ എന്ന സ്റ്റാർ എത്തുമ്പോൾ ആഖ്യാന രീതിക്ക് ലഭിക്കുന്ന ഗാംഭീര്യവും ചില വീഴ്ചകളും വിടാമുയർച്ചയിൽ ഉണ്ടെന്ന് പറയാം. പാട്ട്, സംഘട്ടനം, ഇമോഷൻ എല്ലാം സമാസമം ചേർത്തുണ്ടാക്കുന്ന കോളിവുഡ് കൊമേഴ്ഷ്യൽ ഫോർമുലയെ എടുത്ത് കോടമ്പക്കത്ത് തന്നെ വെച്ച് അസർബൈജാൻ എന്ന രാജ്യത്തിലെ മരുഭൂമി പോലെ തോന്നുന്ന പ്രദേശത്താണ് ചിത്രം നടക്കുന്നത്. കായൽ അർജുൻ ബന്ധത്തിന്റെ ആഴവും പരക്കും പ്രേക്ഷകരിലേക്ക് സംവേദിക്കാൻ ഒരുക്കുന്ന നോൺ ലീനിയറായ ആദ്യ ആഖ്യാനം ഒഴികെ ഈ ഭൂമികയുടെ പുറത്തേക്ക് കഥ പോകുന്നില്ല. അതായത് തന്റെ ആഖ്യാന രീതിയിലേക്ക് അജിത്തിനെ പോലെ ഒരു സൂപ്പർ താരത്തെ കൃത്യമായി സംയോജിപ്പിക്കുന്ന സംവിധായകൻ. ഒന്നാം പകുതിയിൽ തന്നെ ട്വിസ്റ്റുകളുമായി മുന്നേറുന്ന ചിത്രത്തിൽ ഒരു ഘട്ടത്തിൽ പോലും അജിത്ത് എതിരാളികളെ കൈ ഉയർത്തുന്നത് പോലും ഇല്ല എന്നത് ചിന്തിക്കേണ്ടതാണ്. ഒപ്പം തന്നെ സംഘർഷഭരിതമായ കഥാപരിസരത്തിനപ്പുറം പ്രണയരംഗങ്ങളിൽ പഴയ സിനിമകളിലെ കാമുകനായി സ്ക്രീനിൽ കണ്ട അജിത് കുമാറിന്റെ മാനറിസങ്ങൾ മാറി മറിയുന്ന ചില രംഗങ്ങൾ നന്നായിട്ടുണ്ട്. ആക്ഷൻ സ്റ്റാർ അർജുൻ ചിത്രത്തിൽ പ്രധാന റോളിൽ എത്തുന്നുണ്ട്. ഒപ്പം റെജീന കാസാൻഡ്രയും മികച്ച റോളിലുണ്ട്. ഇവർക്ക് സംവിധായകൻ ഒരു ജോക്കർ ക്വിൻസൽ ഫ്ലേവർ നൽകിയത് അവരുടെ താരമൂല്യവും കണക്കിലെടുത്തായിരിക്കാം. പക്ഷേ അവരുടെ കഥാപാത്രങ്ങൾ ഗംഭീരമാകുമ്പോഴും ഇത്തരം ഒരു ഫ്ലാഷ് ബാക്ക് ചില സമയത്ത് മുഴച്ചു നിൽക്കുന്നതായി തോന്നാം. ടെക്നിക്കലായി ഗംഭീരമായി ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് വിടാമുയർച്ചി. അനിരുദ്ധ് പതിവ് പോലെ തന്നെ ജോലി ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഫൈറ്റിനോടനുബന്ധിച്ച് വിടാമുയർച്ചി ഗാനം ഉപയോഗിച്ച് നടത്തിയ പെർഫോമൻസ് ചിത്രത്തിന്റെ ഗ്രാഫ് ഉയർത്തുന്നതാണ്. അസർബൈജാൻ പോലെ ശരിക്കും നിഗൂഢവും മരുഭൂമിയുടെ വന്യതയുമെല്ലാം മനോഹരമായി പകർത്തുന്നുണ്ട് ഓം പ്രകാശിന്റെ ക്യാമറ. ഉത്സവ സീസൺ മിസ് ചെയ്ത് തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് വിടാമുയർച്ചി. പടമിറങ്ങുന്ന ദിനം അന്നാണ് ഉത്സവം എന്നാണ് അജിത്ത് ഇതിനെ കുറിച്ച് പറഞ്ഞതെന്നാണ് സംവിധായകൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ പതിവ് തമിഴ് തട്ടുപൊളിപ്പൻ രീതിയിലല്ല, മറിച്ച് ഹോളിവുഡ് ചേരുവകളുമായി ഒരു അജിത്ത് ആരാധകന് ഉത്സവമാക്കാനുള്ളത് ചിത്രത്തിലുണ്ട്.